തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് ഇന്ന് വെളുപ്പിന് കാണാതായ ബീഹാർ സ്വദേശികളായ 2 വയസ്സുകാരിയെ 10 മണിക്കൂർ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോഴും വ്യാപക പരിശോധന നടത്തുകയാണ്. ഇത്തരമൊരു സങ്കടകരമായ വാർത്തയിൽ നിൽക്കുമ്പോഴാണ് ഈ 24-ൽ മേജർ പവർ ബ്രേക്ക് ഡൗൺ വന്നത്. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് അർദ്ധരാത്രിയോടെയാണ്. കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. കുട്ടിയുടെ സഹോദരങ്ങളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ തെരച്ചിൽ തുടരുകയാണ്. കന്യാകുമാരി പോലീസിൻ്റെ സഹായവും തേടിയിട്ടുണ്ട്. കുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പേട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തറും ഗിരീഷും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഷെഫീദ് റാവുത്തർ ചേരുകയാണ്. ഷെഫീദ്, എന്തൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്? കുറച്ച് നേരമായി നമുക്ക് പ്രേക്ഷകരെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക. ഷെഫീദ് റാവുത്തർ, ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ പറയൂ. നമുക്കറിയാം, ഇന്ന് പുലർച്ചെ നമ്മൾ വാർത്താ സംപ്രേഷണം ആരംഭിക്കുന്നതിന് തിരുവനന്തപുരത്ത് പേട്ടയിൽ 2 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ പോകുന്നത് ഈ കുട്ടിയുടെ, അതായത് തട്ടിക്കൊണ്ടുപോയ 2 വയസ്സുകാരി കുട്ടിയുടെ ജ്യേഷ്ഠനാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇവരിങ്ങനെ ഈ ഓൾ സയൻസ് ഭാഗത്ത്, ഓൾ സയൻസ് കോളേജിന് സമീപത്തുള്ള ഈ ഗ്രൗണ്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഇവർ ഈ ബീഹാർ സ്വദേശികളാണ്. ബീഹാറിൽ നിന്ന് ഇവിടേക്ക് എത്തി ഇവർ ഇവിടെ ക്യാമ്പ് ചെയ്ത് തേനടക്കം സംഭരിക്കുന്ന മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന, വിൽപ്പന നടത്തുന്ന അടക്കമുള്ള ആളുകളാണ്. ഇവരിലൊരു കുട്ടിയാണ് ഇന്ന് പുലർച്ചെ എന്നാണ് അവർ പറയുന്നത്. FIR-ൽ പറയുന്നത് 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയം എന്നുള്ളതാണ്. നമുക്ക് ഏതായാലും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഈ കുട്ടിയോട് ചോദിക്കാം. ചോട്ടു കൽ രാത് में क्या हुआ? छोटू हुआ था वो पता क्या हुआ, स्कूटर वाला उधर रोक के, स्कूटर वाला हाँ रोक के, बहुत रात था तो हम सब सोचा नहीं कुछ करेगा तो हम सो गया ना, तो मेरे बहन को ले गया. तुम सोचा? हाँ, मेरा भाई सोचा. ഇതാണ് ഈ കുട്ടി പറയുന്ന കാര്യം. അതായത് ഇന്നലെ രാത്രി അവർ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്കൂട്ടർ എത്തി. അതിവർ എഴുന്നേക്കുമ്പോൾ സ്കൂട്ടർ കണ്ടു എന്നുള്ളതാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവരുടെ ഒരു ജീവിതക്രമം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവരിൽ കുറെ ആളുകൾ ഇങ്ങനെ ക്യാമ്പ് ചെയ്ത്, അവരുടെ കുട്ടികളടക്കം ഉണ്ടാകും. അവർ ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇവർക്കുള്ളത്. ഇതിൽ പോലീസിനെ സംബന്ധിച്ച് പല സംശയങ്ങളുണ്ട്. ഈ സംഭവം ഉണ്ടായി തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വലിയ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ പേട്ട പോലീസാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസ് നടക്കുന്നത്. പേട്ട പോലീസിനെ കൂടാതെ തിരുവനന്തപുരം സിറ്റിയിലെയും റൂറലിലെയും മുഴുവൻ ഷാഡോ ടീമും അതേപോലെ തന്നെ 3 സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഈ ഭാഗത്ത് നിന്ന്, അതായത് ഓൾ സയൻസിൽ നിന്ന് വേളിയിലേക്ക്, നമുക്കറിയാം ഈ ഓൾ സയൻസിന്റെ ഈ റോഡിന് തൊട്ടപ്പുറത്തേക്ക് ഒരു റെയിൽവേ ക്രോസ് ആണ്. ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, അവിടെ അടക്കം പോലീസിന്റെ വലിയ പരിശോധന നടക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം FIR ഇട്ടത്. FIR-ൽ പറഞ്ഞത് മഞ്ഞ നിറത്തിലുള്ള ഒരു ആക്ടീവ സ്കൂട്ടറിൽ ഒരാൾ ഈ സ്ഥലത്തേക്ക് വന്നു, അവിടെ നിന്ന് ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി സംശയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ പോലീസ് ഈ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കാര്യമായി പരിശോധിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സ്കൂട്ടർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് സംശയം തോന്നുന്നത്. അങ്ങനെ പോലീസ് ചില മൊഴികളടക്കം വീണ്ടും ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മാതാപിതാക്കളുടെ അടക്കം മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. അതായത് മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെ ഒരു സ്കൂട്ടർ ഈ സംഭവ സ്ഥലത്തേക്ക് വന്നതായി അവർക്കറിയില്ല. പക്ഷേ ഈ കുട്ടി ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ ഒരു സ്കൂട്ടർ എത്തി, അത് കണ്ടു എന്ന് കുട്ടി പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ മറ്റൊരു സഹോദരനെയും അതേപോലെ തന്നെ അവരുടെ മുത്തശ്ശിയുമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പുലർച്ചെ മുതൽ വലിയ കരച്ചിലായിരുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് കൂടുതൽ ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഒരു ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചാണ്. ആ ഓട്ടോറിക്ഷയുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും കുട്ടിയെക്കുറിച്ച് ഇതുവരെയും ഒരു സൂചന ലഭിച്ചിട്ടില്ല. 10 മണിക്കൂർ പിന്നിടുന്നു. അത്യന്തം ഗൌരവമുള്ള ഒരു വിഷയമായി മാറുന്നു. 2 ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ് പോലീസിന്റെ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വ്യാപകമായി പോലീസ് പരിശോധനയും അന്വേഷണവും നടത്തുന്നുണ്ട്. അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നു. കന്യാകുമാരി പോലീസിന്റെ അടക്കം സഹായം പോലീസ് ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. കാരണം ഇന്നലെ 12 മണിക്ക് ശേഷം തമിഴ്നാട് ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ അടക്കം കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. പക്ഷെ അപ്പോഴും പോലീസ് ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇതാണ് ഈ മൊഴിയിലെ വൈരുദ്ധ്യം. അതെങ്ങനെ? മാത്രമല്ല, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാപിതാക്കൾ ഒരു കാര്യം പറയുന്നു, അത് സ്കൂട്ടർ കേന്ദ്രീകരിച്ചാണ്. കുട്ടി മറ്റൊരു കാര്യം പറയുന്നു. സ്വാഭാവികമായും കുട്ടിയുടെ മൊഴി പോലീസിനെ സംബന്ധിച്ച് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ, തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ മാതാപിതാക്കൾ പേട്ട പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. കുട്ടിയുടെ പിതാവിന്റെ CDR അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടുള്ള അന്വേഷണവും പോലീസ് നടത്തിവരികയാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH
നാഗരാജു അല്പസമയം മുൻപ് ഇവിടേക്ക് സംഭവ സ്ഥലത്തേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നു. അദ്ദേഹം പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ACP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് നേരിട്ടെത്തിയുള്ള അന്വേഷണം പല സംഘങ്ങളായി തിരിഞ്ഞ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അത്യന്തം ഗൗരവമുള്ള വിഷയം. വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ വിഷയത്തെ ഇന്ന് രാവിലെ നമ്മൾ കേട്ടത്. അതിനുശേഷം മണിക്കൂറുകൾ പലത് കഴിഞ്ഞു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ സംഭവം നടന്ന സ്പോട്ടിൽ നിന്ന് ഇത്ര ദൂരം മാത്രമാണ് ഒരു റെയിൽവേ ട്രാക്ക് ഉള്ളത്. കൊച്ചുവേളിയിൽ നിന്ന് എടുത്തൊരു റെയിൽവേ ഒരു ട്രെയിൻ പോവുകയാണ് തമിഴ്നാട് ഭാഗത്തേക്ക്. അങ്ങനെ പോയിട്ടുണ്ടോ, അങ്ങനെ ഈ കുട്ടിയുമായി ആ സംഘം പോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ കിഡ്നാപ്പിംഗ് സംഘം അത് ആരാണ് എന്നുള്ള തരത്തിലേക്കുള്ള സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴി പ്രകാരം പോലീസിന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്കൂട്ടറിൽ 2 പേർ. പക്ഷേ ആ സ്കൂട്ടർ എന്ന സാധ്യതയെ ഏതാണ്ട് പോലീസ് തള്ളുന്നു. ഒരു പക്ഷേ ആ സ്കൂട്ടറിലേക്ക് എത്തിയത് ഈ കുട്ടിക്ക് തോന്നിയതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല. പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഒരു ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചാണ്. മറ്റു വാഹനങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഒരു ക്ലൂവിലേക്ക് എത്താൻ എന്താണ് അതിനകത്ത് ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ട്വിസ്റ്റ് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് ഒരു ക്ലൂവിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല. മുൻപ് ഞാൻ സൂചിപ്പിച്ചതല്ല, മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പോലീസ് പറയുന്നത്. വേളിയിൽ നിന്ന് ഈ ഓൾസൈൻസിന്റെ ഭാഗത്ത് നമുക്കറിയാം ഈ പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരമാണ് ഈ സംഭവം നടന്ന സ്ഥലം. പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയാണെങ്കിലും ദൂരം അത്രയുമുണ്ട്. വലിയ ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്, അതായത് ഒരു മതിൽ കഴിഞ്ഞാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ ആണ്, തൊട്ടപ്പുറത്ത് ബ്രഹ്മോസ് ഉണ്ട്, വേളി ഭാഗത്ത് ഇൻഡസ്ട്രിയൽ ഏരിയകളാണ്, സുരക്ഷാ മേഖലകളാണ്. അവിടെ ഇങ്ങനൊരു സംഭവം എങ്ങനെ നടന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ ഈ കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ സ്വാഭാവികമായും അത് ഏത് ഭാഗത്തേക്ക്. ഇപ്പോൾ നമുക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുമായി വിവരങ്ങൾ ചോദിച്ചറിയുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇവർ ബീഹാർ സ്വദേശികളാണ്. ഭാഷാപരമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. മാത്രമല്ല ഇതിനോടകം തന്നെ കമ്മ്യൂണിക്കേഷൻ നടന്നു. ഇവരുടെ മൊഴി പലതവണ എടുത്തു. ഇനി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ മൂത്ത സഹോദരനോട് ചില കാര്യങ്ങൾ, ചില വിവരങ്ങൾ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുകയാണ്. പൂന്തറ SHO ആണ്. ഏത് കുപ്പായമാണ് ധരിച്ചതെന്നടക്കമുള്ള വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തേടുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഏതാണ്ട് 12:30 1 മണി സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പല സംഘങ്ങളായി തിരിഞ്ഞ് തിരുവനന്തപുരം സിറ്റി പോലീസ് അന്വേഷണം തുടങ്ങി. അതിനുശേഷം പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുട്ടിയുടെ കുപ്പായം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മൂത്ത സഹോദരനോട് ചോദിച്ചറിഞ്ഞത്. അതിനുശേഷം ഇവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ മടങ്ങി. നമുക്കറിയാം അത്യന്തം ഗൗരവമാണ്. തലസ്ഥാന ജില്ലയാണ്. പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ 12 മണി എന്നൊക്കെ പറഞ്ഞാൽ ശംഖുമുഖം തൊട്ടപ്പുറത്താണ്. ഒരു 1 കിലോമീറ്റർ മാത്രമാണ് ശംഖുമുഖം കടപ്പുറത്തേക്കുള്ള ദൂരം. എയർപോർട്ട് മീറ്ററുകൾക്കപ്പുറം 50 മീറ്റർ പോലും ഇല്ല എയർപോർട്ടിന്റെ റൺവേയിലേക്ക് ഒന്ന് എത്താൻ. ബ്രഹ്മോസ് അടക്കമുള്ള വലിയ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടുള്ളതിലാണ് പോലീസിന് ഞെട്ടലുണ്ടാക്കുന്നത്. മാത്രവുമല്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം മറ്റു ചില സംശയങ്ങൾ കൂടി പോലീസിനുണ്ട്. ആ സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരുപക്ഷെ അത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണോ, അതല്ല മറ്റെന്തെങ്കിലും ട്വിസ്റ്റുകൾ അതിനകത്ത് സംഭവിക്കുമോ എന്നുള്ള കാര്യം നമുക്കിനി പോലീസ് സ്ഥിരീകരിച്ച ശേഷം മാത്രമേ പറയാനാകൂ. പക്ഷേ ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ഈ ബൈക്ക് എന്നുള്ള സംശയത്തിൽ നിന്ന് പോലീസ് ഏതാണ്ട് പിന്നോട്ട് പോവുകയാണ്. പോലീസ് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. വലിയതുറ പോലീസ്, പൂന്തറ പോലീസ്, വള്ളക്കടവ് പോലീസ്, അങ്ങനെ ഈ പല പോലീസ് ഡിവിഷനുകൾ ചേർന്നുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഓൾ സയൻസിന്റെ ഈ ഭാഗത്ത് നിന്ന് പോകാൻ സാധ്യതയുള്ളൂ. അതായത് വേളിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ശംഖുമുഖത്തേക്കും പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ശംഖുമുഖത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്ന് പോലീസിന് സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായും പോകാൻ സാധ്യതയുള്ള വേളി ഭാഗത്തേക്കാണ്, അതല്ലെങ്കിൽ ടൗണിലേക്ക് പോകണം. പക്ഷേ ടൗണിലേക്ക് അങ്ങനെ പോകാനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ വേളി ഭാഗത്തേക്ക് പോകുന്നു. വേളി മാധവപുരം കഴിഞ്ഞാൽ പൗണ്ട് കടവ്, അങ്ങനെ അങ്ങ് പോവുകയാണ് ആ പ്രദേശം. അതൊരു തീരദേശവുമായി കണക്ട് ചെയ്യുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇതിലേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള സാധ്യത പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. വലിയ അലേർട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ട്. 2 ജില്ലകളിൽ വ്യാപകമായ പരിശോധന നടക്കുന്നു. കന്യാകുമാരി അതിർത്തിയിൽ പരിശോധന നടക്കുന്നു. കന്യാകുമാരി ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണവും പരിശോധനയും നടക്കുന്നു. അങ്ങനെ റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ ബീഹാർ സ്വദേശിനികളുടെ 2 വയസ്സുകാരിയെ 10 മണിക്കൂർ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വ്യാപകമായ പരിശോധന, ഊർജിതമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കൂടുതൽ ശേഖരിക്കാനായുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. എന്തെങ്കിലും വിവരം കിട്ടുന്നവർ പേട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട്.